ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും അറിയുന്ന വീഡിയോ ആയിരിക്കും, അറിയാത്തവർക്കുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. അതായത് മോസ്കിറ്റോ മെഷ് എങ്ങനെയാണ് ഇടുന്നത് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ കോയമ്പത്തൂർ സെക്ഷൻ, നമ്മുടെ അവിടെ കോയമ്പത്തൂർ സെക്ഷൻ, തമിഴ്നാട് സെക്ഷൻ എന്നൊക്കെ പറയും. ട്യൂബാണ്, മുക്കാൽക്ക് അര ട്യൂബിൻ്റെ മോസ്കിറ്റോ സെക്ഷനാണ്. അതിൽ നമ്മൾ എങ്ങനെയാണ് മെഷ് ഇടുന്നത് എന്നാണ് കാണിക്കുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് SS-ൻ്റെ 304-ൻ്റെ ബ്ലാക്ക് മെഷാണ് യൂസ് ചെയ്യുന്നത്. നമ്മളതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തൊരു വീലുണ്ട്, അത് വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ആ ചാലിൽ കൂടെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് ഓടിക്കുക പറഞ്ഞാൽ ആ റബ്ബർ കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്യാപ്പ് ഒന്ന് നമ്മൾ കറക്റ്റ് ആക്കുകയാണ്. അത് കറക്റ്റായിട്ട് നമുക്ക് ആ SS-ൻ്റെ അല്ല നമ്മുടെ അടുത്തുള്ള വീല്, ഇത് SS-ൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ PVC-ൻ്റെ വീല് വരുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ളത് ഒരു GI-ൻ്റെ വീലാണ് ഉള്ളത്. അത് നമ്മൾ ഓൾറെഡി ഒരു ലൈനാക്കി കൊടുത്തതിന് ശേഷം ആ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കും. നമുക്ക് മെഷ് ഇട്ട് ആ റബ്ബർ ഇട്ടതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഉള്ളിലേക്ക്, ആ ഗ്രൂവിലേക്ക് മെഷ് പകുതി കയറ്റി വിടുന്നത്. ഇനി നമ്മൾ ബാലൻസ് റബ്ബർ ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ആ മെഷ് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈറ്റായിട്ട് വലിവും കിട്ടും നന്നായിട്ട്. ഓരോരുത്തരും ഓരോ ടൈപ്പിലായിരിക്കും ഇടുക. ഇത് ഞാനിടുന്ന യൂസ് ചെയ്യുന്ന ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഹൈറ്റ് ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ വീതിയിലാണ് നമ്മൾ ഇനി അടുത്ത് ഇടുന്നത്. അതായത് അങ്ങനെ ഓരോരുത്തരും ഓരോ മോഡലിലാണ് ഇടുക. ചിലവർ 2 ഹൈറ്റിൽ ഇട്ടതിന് ശേഷമാണ് വീതിയിലിടുക. ഞാനിപ്പോൾ നമ്മളിവിടെ ഹൈറ്റിലാണ് രണ്ടാമത്തെ ഇടുന്നത്. 2 ഹൈറ്റിലിട്ടിട്ട് വീതിയിലിടുക. ചിലവരിങ്ങനെ കറക്റ്റ് 4 വറം ഇട്ടിട്ട് വരും. അതായത് ഹൈറ്റ് ഇട്ടിട്ട് അടുത്ത ചെറിയ വീതി ഇടും, അതിന് ശേഷം ഹൈറ്റിലിടും, പിന്നെ ഒരു ചെറിയ വീതിയിലിട്ടിട്ടാണ് ഇട്ടിട്ട് വരിക. നമ്മളിനി ഹൈറ്റ് ഭാഗം കൂടിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ കറക്റ്റ് മെഷ് അവിടെ കറക്റ്റ് അളവിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, പൊന്തി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാവരും നമുക്ക് പിന്നെ ഫുള്ള് റബ്ബർ ഇട്ടിട്ട് കട്ട് ചെയ്യുക പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ മെഷ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു എന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മളിതൊരു ടേബിളിലാണ് ഈ ഡോറ് കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നത്. ആ ടേബിളിൽ ഒരു കോർണർ ഭാഗം വരുന്നുണ്ട്. അതിൽ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷമാണ് നമുക്ക് എല്ലായിടം, ഇതിപ്പോൾ സൈറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈറ്റിൽ അങ്ങനെ ഒരു ടേബിൾ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ആ കോർണർ ഭാഗം ഔട്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോർണർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പുറത്തെ കോർണറിൽ ഒരു കോർണറാണ്, അതായത് നമ്മുടെ ഇതിൽ വെക്കുന്ന കോർണറാണ്, നൈലോണിൻ്റെ കോർണർ വെച്ചിട്ടാണ് അത് ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂലമട്ടം ഔട്ടാവില്ല, നമുക്കിതിൻ്റെ ലെവൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഈ ഡോറിൻ്റെ. അപ്പോൾ നിങ്ങൾ ഷോപ്പിലൊക്കെ വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ ടേബിൾ ഉണ്ട് പറഞ്ഞാൽ ടേബിളിൽ ഇതേപോലെ 4 സൈഡും കോർണർ വെച്ച് മൂലമട്ടം കറക്റ്റായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അടിക്കുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് കഷ്ടം ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് മോസ്കിറ്റോ മെഷ് ഇടാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് അതിൻ്റെ ബാക്കി വരുന്ന ആ ചെറിയ ഭാഗത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഇട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. അതായത് മെഷ് ഇടേണ്ടതിൻ്റെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. നമ്മളതിലൊരു ഹൈറ്റ് വന്നിട്ട് നമുക്ക് ഈ ഡോർ ഒരു 5 അടിൻ്റെ മേലെ വരുന്നുണ്ട്.
അതിൽ നമ്മൾ ഒരു 2 ക്രോസ് കൊടുത്തിട്ടുണ്ട്, അത് 3 ക്രോസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെഷ് വലിയുന്ന സമയത്ത് അതാകാണ്ടിരിക്കാനാണ്. നമ്മൾ പറഞ്ഞ ആ കോർണർ അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നോർമൽ കോർണർ 2 സ്ക്രൂ ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മൾ. ഈ സൈഡ് ഒരു സ്ക്രൂ ചെയ്തിട്ട് ആ പ്ലൈവുഡിലൊരു സ്ക്രൂ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിതാ കറക്റ്റ് വലിഞ്ഞ് നമുക്ക് മെഷ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതാ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ 4 പേർ അതേപോലെ ഫുള്ള് 6 അടീൻ്റെ ഡോറാണ് ഇങ്ങനെ അടിച്ചിരിക്കുന്നത്. അതിലൊരു ഹെയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അതിൽ കൊതി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് 4 സൈഡും ഇതേപോലെ തന്നെ മറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ കുറച്ച് കമ്മിയാണ്, മേക്കിംഗ് വീഡിയോസ് നമ്മളിപ്പോൾ കൂടുതൽ ഇപ്പോൾ ഷോർട്ട് വീഡിയോസാണ് ഇടുന്നത്. നമ്മൾ വർക്കിൻ്റെ തിരക്ക് കാരണം നമുക്ക് എഡിറ്റിങ്ങിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത്. അപ്പോൾ ഇനി കറക്റ്റായിട്ട് നമ്മൾ ഇടാൻ ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോസ്. കുറേ വീഡിയോസ് ഇനി വരാനുണ്ട് എഡിറ്റിങ്ങിന്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.